അന്ന് ഹ്യൂസ്റ്റണിൽ ഒരു ഗോൾ വീണു. സ്കോർ ബോർഡിൽ അത് 1-1 പക്ഷേ ആ ഗോൾ ഒരു ജനതയുടെ 52 വർഷത്തെ കണ്ണീരായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ 1974 എന്ന പേരിൽ വേൾഡ് കപ്പിൽ കളിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പേരിലാണ് ആ കൺട്രി എനിക്കറിയാവുന്നത്. 3 മാച്ചസ്, ഒരൊറ്റ ഗോളില്ല. സ്കോട്ട്ലാൻഡ്, യൂഗോസ്ലോവിയ, ബ്രസീൽ ഇവരോടൊക്കെ തോറ്റു. 52 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇക്കുറി പോർച്ചുഗലിനെ തടഞ്ഞു. ആ ഗോൾ ഇട്ടത് യോൻ വിസ. 5 വർഷം മുമ്പ് ഒരു ഹൊറിബിൾ സ്റ്റോറി ഉണ്ടായിട്ടുണ്ട് അത് യോൻ വിസയുടെ കൂടെ. അവരുടെ വീട്ടിൽ ഒരു സ്ത്രീ വന്ന് വിസയുടെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അത് തടുക്കാൻ നോക്കിയ വിസയുടെ മുഖത്ത് അവർ ആസിഡ് എറിഞ്ഞു. കണ്ണ് നഷ്ടപ്പെടുമോ എന്ന് ആയപ്പോൾ അവർ സർജറി ചെയ്യേണ്ടി വന്നു. മുഖത്ത് പാടുകൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ അവർ റിഫ്യൂസ് ചെയ്തു. ഇത് എന്റെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ആ കണ്ണുകൾ കൊണ്ട് ഗോള് കണ്ടു. കോങ്കോയുടെ ആദ്യ എവർ വേൾഡ് കപ്പ് ഗോൾ. പോർച്ചുഗലിന്റെ പ്ലെയേഴ്സ് ഇന്ന് റിസ്റ്റ് ബാൻഡ് ധരിച്ചത് ശ്രദ്ധിച്ചോ? ഡിയോഗോ ജോട്ട, കഴിഞ്ഞ വർഷം കാർ ക്രാഷിൽ അന്തരിച്ച ടീംമേറ്റ്. ജോട്ടയുടെ മാതാപിതാക്കൾ ആ മാച്ച് സ്റ്റേഡിയത്തിൽ നിന്നുണ്ടായിരുന്നു. 2 ടീമുകൾ, 2 വേദനകൾ, ഒരേ ഫുട്ബോൾ. സ്കോർ 1-1. പക്ഷെ ഇന്ന് കിൻഷാസ അറിഞ്ഞു സന്തോഷത്തിൽ. വിസാന്റെ മകൾ ഒരു ദിവസം ചോദിക്കും, അപ്പ ആ ഗോൾ എങ്ങനെ ഇട്ടു? അപ്പൊ അദ്ദേഹം ചിലപ്പോൾ പറയും, ഗിവ് അപ്പ് ചെയ്യാതിരുന്നത് കൊണ്ട് ആ ഗോൾ ഇട്ടു എന്ന്.